സാമാന്യഗതിയിൽ നമുക്ക് ആർക്കും നമ്മുടെ സാമാന്യ യുക്തിയിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാരണമാണ് ഈ സംഭവത്തിനെ തുടർന്ന് നമ്മളൊക്കെ കേട്ടത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിച്ചാണ് നമ്മൾ മുംബൈയിൽ നിന്ന് ഏതാണ്ട് 120 കിലോമീറ്റർ അപ്പുറം പാൽഘറിലെ ദൻസർ എന്ന ഇടത്തേക്ക് എത്തിയിട്ടുള്ളത്. ദൻസറിൽ ഈ കുട്ടിയുടെ വീടിന് മുന്നിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അയൽവാസി എന്നോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം. കാരണം ഇദ്ദേഹമാണ് പോലീസിനെ ഈ വിവരം ആദ്യം അറിയിക്കുന്നത്. उस दिन ऐसा हुआ, मैं सुबह नीचे मंदिर में आया था। आया तो मेरे को बाजू वाले ने फ़ोन किया था कि कदम भाई ऐसा ऐसा हो गया है, तो आप तो जाके वहाँ देखो कि छोटा बच्चा ऑफ हो गया है। तो मैं वहाँ से घर पे आ गया। घर पे आया, देखा मैंने तो बच्चा चद्दर पे नीचे लादी पे सुलाया था। सुलाने के बाद में फिर मैं पूछा क्या हो गया उनको, तो बोलते उसको पीलिया हो गया है। हाँ, അതായത് ഇദ്ദേഹത്തെ സമയത്തുള്ള ഒരാളാണ് ഇങ്ങനെ കുട്ടി മരിച്ചു എന്ന് വിവരം അറിയിക്കുന്നത്. അങ്ങനെ അദ്ദേഹം വീട്ടിലെത്തി നോക്കുമ്പോൾ നിലത്ത് പായയിൽ കുട്ടിയെ കിടത്തിയിട്ടുണ്ട്, ഒരു തുണി കൊണ്ട് മൂടുകയും ചെയ്തിട്ടുണ്ട്. കുട്ടി മരിച്ചു, മഞ്ഞപ്പിത്തം കാരണം മരിച്ചു എന്നതാണ് ഇദ്ദേഹത്തോട് ഈ വീട്ടുകാർ പറഞ്ഞിരുന്നത്. मैं बोला पीलिया हो गया तो मेरे को बोलना मांगता था ना। मैं हॉस्पिटल लेके जाता था, किधर दिखा देता, बोलता है इधर उसका हॉस्पिटल नहीं है, इधर दवा नहीं मिलता है, तो उसका दवा बम्बई में मिलता है। मैं बोला पालघर में ऐसा कोई हॉस्पिटल नहीं है कि उसका दवा मिलेगा बोल के, सब जगह दवा मिलता है उसका। अगर मेरे को बताते तो मैं करवा देता था। तो मैंने फिर मेरे को थोड़ा डाउट लगा तो मैंने उसका जो चादर उसके आंख के ऊपर बिछाया था, मैंने उसको निकाला और देखा तो बदन पे उसके पूरा मारने का निशान था। അദ്ദേഹത്തിന് സംശയം തോന്നി. അദ്ദേഹം എന്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്ന ചോദ്യത്തിന് ഇവിടെ അടുത്തൊന്നും അതിനുള്ള ചികിത്സയില്ല, മുംബൈയിൽ എത്തണം എന്നതൊക്കെയാണ് ഈ കുടുംബം പറഞ്ഞിരുന്നത്. പക്ഷേ അത് ശരിയല്ലല്ലോ, കാരണം പാൽഘറിലൊക്കെ തന്നെ ഈ മഞ്ഞപ്പിത്തത്തിന് ചികിത്സ കിട്ടാത്ത ഇടമൊന്നുമല്ല. അങ്ങനെയാണ് അദ്ദേഹം ഈ തുണി മാറ്റി നോക്കുമ്പോഴാണ് ശരീരത്തിൽ മുറിപ്പാടുകൾ കണ്ടത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. फिर आप पुलिस को बुलाया? फिर मेरे को थोड़ा डाउट लगा तो मैं बोला पहले आप लोग रिलेशन वाले को फ़ोन करो, उनको बुला लो। तो उन्होंने किया था, लेकिन फिर मैं नंबर लेके उनके रिलेशन वाले को फ़ोन किया, फिर उनको फ़ोन करके बुलाया। तो उसमें से कोई लोग बोल रहे हम लोग नहीं आएंगे, और उसके पति की भी था बच्चे का पप्पा वगैरह, तो बोले हम लोग आ रहे हैं। तो उनको बुलाया मैंने। फिर मैं बाद में वापस ऊपर आया। आने के बाद इनको बोला तुम बॉडी को हिलाने का नहीं, कुछ नहीं, मैं जब तक बोलेगा नहीं तब तक। फिर मैं नीचे गया। नीचे जाने के बाद में फिर पुलिस वाले को साहब को फ़ोन किया मैंने, ऐसा ऐसा हुआ है। तो बोले 5 मिनट में हम लोग आ रहे हैं, हमको एड्रेस भेज देना। तो मैंने एड्रेस भेज दिया और तुरंत वो लोग 5 मिनट में 2-3 गाड़ी पुलिस लोग का आ गया। आने के बाद में ऊपर आ गया। आके फिर वो बच्ची को भी मारा था, छोटे बच्ची को, 10 साल का लड़की है, उसको भी मारा था। उसके चेहरे पे पूरा सूजन हुआ था। ഈ വിവരം അറിഞ്ഞ് പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് എത്തി ഈ അമ്മയെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ഇവർക്ക് 10 വയസ്സുള്ള ഒരു മകൾ കൂടിയുണ്ട്. ആ മകളെയും ഈ മർദ്ദിച്ചിട്ടുണ്ട്. ആ മകളിപ്പോൾ ഒരു ആശ്രമത്തിലാണ് ഉള്ളത്. ചിക്കൻ കറി മാങ്ങ क्या बोला पुलिस? नहीं, पुलिस वाले बोले कि ये लोग ने जवाब दिया है कि पुलिस वाले कि वो चिकन लॉलीपॉप मांग रहा था, इसकी वजह से उसको मारा था उसको। तो मारते मारते उसका थोड़ा ज़्यादा मार लग गया, तो ऑफ हो गया वो। और मेरे को बोला था पीलिया हो गया बोल के। ചിക്കൻ ലോലിപോപ്പ് ചോദിച്ച് കുട്ടി വാശി പിടിച്ചതുകൊണ്ട് അമ്മ ദേഷ്യത്തിൽ ഈ ചപ്പാത്തി കോലുകൊണ്ട് മർദ്ദിച്ചു. ആ കുട്ടിയുടെ മുഖം നമ്മൾ ഫോട്ടോ കണ്ടിട്ടുണ്ട്, ഞാനിവിടെ വന്ന ഫോട്ടോ കണ്ടതാണ്. വളരെ മൃഗീയമായ രീതിയിൽ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ ചപ്പാത്തി കോല് അത് ഒടിഞ്ഞു പോയ അവസ്ഥയിലാണ് എന്നതാണ് പോലീസ് ആ തൊണ്ടി മുതൽ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെ ഒരു ദാരുണമായ ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നിട്ടുള്ളത്.